നമ്മളിപ്പോൾ ഉള്ളത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. തൊടുപുഴയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ദൂരത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വെള്ളച്ചാട്ടമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ ആട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊരു വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ മാറ്റി, കാരണം ഒരുപാട് ലെങ്ത് ആവുമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പം നമ്മളിതൊരു ടിക്കറ്റ് എടുത്ത് ഫോറസ്റ്റിനുള്ളിൽ കൂടി നടന്നു പോകണം. ഒരു 2 കിലോമീറ്ററോളം നടന്നു പോയി കഴിഞ്ഞാൽ ഒരു 3-4 വെള്ളച്ചാട്ടം നമുക്ക് കിട്ടും. അതിൽ മെയിനായിട്ടും 2 വെള്ളച്ചാട്ടമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തോട്ട് വനത്തിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ മെയിനായിട്ട് നമ്മളിന്ന് കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ഒന്ന് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും, പിന്നെ ഒരു 2 കിലോമീറ്റർ മുകളിലോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഏഴുനിലക്കുത്ത് എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. ആ 2 വെള്ളച്ചാട്ടം കേട്ടോ നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ളൊരു കാഴ്ച കേട്ടോ ഇത് നമ്മുടെ ഈ അതായത് ഏറ്റവും താഴെയുള്ള തൊമ്മൻകുത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു പോയിൻ്റാണിത്. ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ ഇതാണ്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഈ പേര് വരാനുള്ള കാരണം ഞാൻ പറയാം കേട്ടോ, ഇടയ്ക്ക് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ താഴെ ഭാഗത്തൊരു കുരിശുപള്ളിയും മേളിലൊരു പള്ളി, അമ്പലത്തിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വ്യൂ ഇതാണ്. വെള്ളം ഒരുപാട് വെള്ളമില്ല, മഴ കുറവായതുകൊണ്ട്. അപ്പോൾ ഇവിടെ താഴെയൊക്കെ വെയിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ പോയി കാണാമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം ഇവിടെ ഈ ഒരു വെള്ളച്ചാട്ടം കൂടുതലും അപകടങ്ങളുടെ പേരിലും കൂടി അറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഒരുപാട് പേര്, അപ്പോൾ ഞാൻ മേളിലേക്ക് ആ ട്രക്കിങ് പോകുമ്പോൾ ഞാൻ പറയാം അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നേക്കുന്നതുകൊണ്ട് ഇവർ നമുക്ക് നിലവിലിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ നിൽക്കണ ഈ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് താഴത്തോട്ട് ഇറങ്ങി പോയി കാണാനുള്ള ഒരു സൗകര്യമില്ല ഇപ്പം. അതെല്ലാം അവർ ബ്ലോക്ക് ചെയ്തേക്കുക. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ കരിങ്കൽക്കെട്ട് പോലെ കാണുന്നുണ്ട് കേട്ടോ. അത് പണ്ട് ചിലപ്പോൾ ചെറിയ അണക്കെട്ട് പോലെ, അണക്കെട്ടല്ല, ചെറിയ ചെക്കിടാൻ പോലെ എന്തെങ്കിലും പണിത് വെച്ചിരുന്നതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇതാണ്. ഇവിടെ ചെറിയൊരു ആർച്ച് പോലെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ രൂപത്തിലാക്കിയതൊരു 2005-ലാണ്. ഇവിടെ അതിൻ്റെ ഒരു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരാൾക്ക് ടിക്കറ്റ് ആകുന്ന 40 രൂപയാണ്. അപ്പോൾ ഈ ഒരു ആർച്ച് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ വേറൊരു ലോകം കേട്ടോ. നല്ലൊരു ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ പിന്നെ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇട സൈഡിലൊക്കെ കാണുന്നത് ഫോറസ്റ്റിൻ്റെ ഓരോ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാനിവിടുത്തെ അപകടത്തിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കയറുമ്പം തൊട്ട് പിന്നെ ഓരോ ബോർഡുകളുണ്ട്. ഇങ്ങനെ അതിലൊന്ന് ഈ ഓരോ മരങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബോർഡുകളും, പിന്നെ അല്ലാതെ ഇവിടുത്തെ അപകടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇത് നമ്മൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് വലത് സൈഡിൽ കൂടി ആട്ടോ ആ പുഴ ഒഴുകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം കുറേ വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാം ഇവിടെ ഒന്നും കാണത്തില്ല, കാരണം തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഫോൺ അങ്ങോട്ട് വീഡിയോ പിടിച്ചാലും അതൊന്നും ശരിക്കും കാണാൻ പറ്റത്തില്ല. പിന്നെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങിച്ചെന്നത് എടുക്കാനും പറ്റത്തില്ല, കാരണം ഇവിടെ അങ്ങോട്ടൊക്കെ പ്രവേശനമില്ല എന്നും പറഞ്ഞ് ഇവിടെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു ബോഡി ഞാൻ കാണിച്ചത് അതുകൊണ്ടോ, ഇതുവരെ 24 പേര് ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങളാവരുത്, ഗൈഡിൻ്റെ നിർദ്ദേശം കർശനമായിട്ട് പാലിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഈ എഴുതി വച്ചിരിക്കുന്ന ഈ ഒരു സ്പോട്ടിലെ കാര്യം തന്നെ കേട്ടോ. അതായത് ഇതിൻ്റെ മേളിലൊക്കെ വേറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ബോർഡ് കണ്ട സ്പോട്ടിൽ ഇതിനു മുമ്പ് ഏതൊക്കെയോ കാലങ്ങളിൽ വന്നവർ ഇറങ്ങി അപകടം ഉണ്ടായ കാര്യം കേട്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത്. അത് നമ്മൾ താഴെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടന്നു വന്നാലാണ് മേളിലുള്ള വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത്. നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ കയ്യിൽ വെള്ളമൊക്കെ കരുതണം, ചെറിയൊരു മടുപ്പ് വരും. പ്ലാസ്റ്റിക്കൊന്നും ഇവിടെ ഇടാനും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ചെറിയ കുത്ത് കയറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വരുന്ന വഴിക്ക്. അപ്പോൾ ഈ ഒരു സൈഡിലൊന്നും നിന്നാൽ നമുക്ക് താഴത്തെ ആ പുഴ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങോട്ട് മൊബൈൽ തിരിച്ചാലും അത് കാണത്തില്ല ശരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അത് കാണാവുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ ഇച്ചിരി അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. പിന്നെ ഇവിടെ എല്ലാവരും ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വേലിയൊക്കെ കെട്ടി തിരിച്ചേക്കുന്നതുകൊണ്ടും ഒരുപാട് ഗൈഡുമാരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ടും താരതമ്യേന ഈ അടുത്തിടെയൊക്കെ ആയിട്ട് അപകടങ്ങൾ ഒരുപാട് കുറവുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വേലിയൊക്കെ കെട്ടി തിരിക്കുന്നതിന് മുമ്പാണ് ഈ അപകടങ്ങളെല്ലാം നടന്നത്. നമ്മൾ അവിടുന്ന് ഒരു ഏകദേശം ഒരു 100-800 മീറ്റർ വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ ഇത്. ആ പുഴയുടെ ഒരു ഇത് കണ്ടോ. ഇങ്ങനത്തെ ഈ കല്ലിൻ്റെ ഇടയിലേക്കൊക്കെ നമ്മൾ വഴുതി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ പോയി നമ്മൾ ജാമായിട്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് അപകടം ഉണ്ടായെന്ന് ഞാനൊരു ഗൈഡിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി ഒന്നെങ്കിൽ തലയിടിച്ച് വീഴുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമ്മൾ അകലെ നിന്ന് കണ്ട് പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ അതിനകത്തോട്ട് ഇറങ്ങി, അതായത് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളെന്തോ മേളിലുണ്ട്. അതല്ലാതെ ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഇവിടെ ആഴം കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ വലിയ മരങ്ങളൊക്കെ ഒഴുകി വന്ന് കിടക്കുന്നുണ്ടോ. ഈ വനപ്രദേശമൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. കുട്ടമ്പുഴ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലെന്തോ വരുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ. എന്തായാലും ഇവിടെ വരുമ്പോൾ ഉള്ളൊരു മെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ 2 വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യണ ഈ ഒരു വനപ്രദേശം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ സാധാരണ നമ്മൾ അല്ലാത്ത ട്രിപ്പുകളിലൊക്കെ പോകുമ്പം ട്രെക്കിങ്ങിന് പ്രത്യേകം ഗൈഡിനെയൊക്കെ ആയിട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു 40 രൂപയുടെ ടിക്കറ്റ് എടുക്കുക, ഇങ്ങനെ വരാം. അത്യാവശ്യം ഒരു ഫോറസ്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അത്യാവശ്യം കാഴ്ചകളും കാണാം. പിന്നെ നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ അത്യാവശ്യം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. വരുമ്പം മ്ലാവ്, അങ്ങനെയുള്ള മ്ലാവ്, മാന്, അങ്ങനെയുള്ള ഇതിനെയൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇന്ന് നമ്മളൊന്നിനെയും കണ്ടില്ല. അത് നമ്മളിങ്ങോട്ട് വരുന്ന ഈ ഒരു തൊടുപുഴയിൽ നിന്ന് 18 കിലോമീറ്റർ വരുന്ന റൂട്ടിൽ തന്നെ നമുക്കൊരു അത്യാവശ്യം ഫോറസ്റ്റ്, ഒരു സൈഡിൽ ഫോറസ്റ്റും ഒരു സൈഡിലൊരു ഗ്രാമപ്രദേശമൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. ആനയൊന്നുമില്ല, ഈ പറയുന്ന പോലെ മ്ലാവ്, മാന്, അങ്ങനെയുള്ളതൊക്കെ. ഇവിടെ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ മരത്തേൽ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ മരത്തിൻ്റെ പ്രത്യേകതകൾ ആയിട്ടുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. മരോട്ടി, ഈ മരങ്ങളൊക്കെ ഭയങ്കര വലിപ്പമുള്ള മരങ്ങളാണ്. ഇവിടെ നിൽക്കുന്ന ഒരു മരം കണ്ടോ. ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പം. ഇതിൻ്റെ ആ ഒരു ചുവടിൻ്റെ ആ സൈഡിന് ഒരു 8-9 പേര് ചുറ്റും നിന്ന് കൈകോർത്ത് നിന്നാലും എത്താത്ത അത്ര വലിപ്പമുണ്ട് അതിന്. അപ്പോൾ അത് കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് അതിൻ്റെ അടുത്തൊന്ന് പോയതാണ്. ഇത് നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകുമ്പോൾ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന അരുവികൾ കാണാൻ പറ്റുമേ. പിന്നെ ഇവിടുത്തെയൊക്കെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊന്നും, ഇപ്പോൾ നാട്ടിൽ കൂടി പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊന്നും ചെന്നാൽ നമുക്ക് ഈ ഒരു ഇത്രയും ക്ലിയറുള്ള വെള്ളം എന്തായാലും കാണാൻ പറ്റിയല്ല. ഒരു അഴുക്ക് പോലും ഇല്ലാത്ത വെള്ളമാണ്. ഇതവിടെ ചെറിയ വനംവകുപ്പിൻ്റെ ഇതിൽ നിർമ്മിച്ചേക്കുന്ന ചെറിയൊരു നടപ്പാതയാണ്. ഈ താഴെ കൂടെ ഒഴുകുന്ന കേട്ടോ അതിൻ്റെ മെയിൻ പുഴ. അത് ഞാനീ പറഞ്ഞ ചെറിയൊരു അരുവിയായി ഒഴുകി വരുന്നത്. അതൊക്കെ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആട്ടോ. ഇതിപ്പോൾ നമ്മളീ പോകുന്നതെല്ലാം കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മൾ
ഇപ്പോൾ ഗൈഡിൻ്റെയൊക്കെ സർവീസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഈ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ വരുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു 9 ഒരു ഓഫീസ് പോലെ 9 സ്റ്റേഷനായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്തെല്ലാം ഒരു 2 ഗൈഡുമാർ വെച്ചുണ്ട്. അപ്പോൾ എപ്പോഴും അവരുടെ ഒരു നോട്ടം കിട്ടുന്ന ഒരു ലെവലിൽ തന്നെ ആയിരിക്കും നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം കൊണ്ടായിരിക്കും ഇപ്പം അപകടങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു 7 നില കുത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഇവിടെ പിള്ളേരെയൊക്കെ ആയിട്ട് വരാൻ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ അവരുടെ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ പാലിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ 7 നില കുത്തെന്ന് പറയണ ആ ഒരു പോയിന്റിലാട്ടോ നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ആ ഒരു പാതയിലായാലും 2 സൈഡിലും ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനം, റെസ്റ്റ് എടുക്കണം. ഇപ്പം പ്രായമൊക്കെ ഉള്ളവരാണ് വരുന്നെങ്കിൽ മടുക്കും ഇത്രയും ദൂരം വരുമ്പോൾ. അപ്പോൾ നമുക്കവിടെ റെസ്റ്റ് ചെയ്യാം. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓരോ പോയിന്റുകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് വെള്ളമുള്ള സമയത്തൊരു വ്യൂ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട്, ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുവാണ്. താഴെ മുമ്പ് വന്നിട്ടുണ്ട്, ഈ ഒരു സ്ഥലത്തോട്ട് ആദ്യമായിട്ട് വരും. അപ്പം ഈ 7 സ്റ്റെപ്പുകൾ രീതി വരുന്ന വെള്ളച്ചാട്ടം, അത് ഇത്രയും വെള്ളമുള്ളപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് രീതിയിലുള്ള തട്ടുതട്ടായിട്ടുള്ള അത് കാണാൻ പറ്റില്ല എന്നാട്ടോ പറഞ്ഞത്. ഈ ഒരു ഇത്രയും വെള്ളമുള്ളപ്പം കുറച്ചും കൂടി വെള്ളം കുറവാണെങ്കിൽ അതിങ്ങനെ കൃത്യമായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും, ഇങ്ങനെ തട്ടായിട്ട് വരുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ താഴത്തെ അത്ര അപകടമുള്ള സ്ഥലമല്ല കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത്യാവശ്യം അപ്പുറം ആ കല്ലിൻ്റെ അതിലേക്ക് ആൾക്കാർ ഇരിപ്പുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ ഇപ്പോൾ താഴേന്ന് കയറി വരുമ്പം ഒരു ഇത് വെച്ച് പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടി വീതിയുള്ള ഇച്ചിരി വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ അപകടം നടന്നു എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരു വല സൈഡിൽ ഭയങ്കര ഒരു പാറയും പിന്നെ ഈ ഇടുങ്ങിയ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ അതിൻ്റെ ഇടയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെയൊക്കെ നല്ല വീതിയിൽ ഒഴുകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് വനത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് വേറെ മാലിന്യങ്ങളൊന്നും അതിനകത്തോട്ട് വീഴാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. എന്തായാലും ഈ ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂവും വെള്ളച്ചാട്ടവും ഒക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ചെറിയ ചാറ്റൽ പോലെയൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ടോ. ഇവിടെയൊക്കെ വന്ന ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ താഴെ നിന്ന് വരുമ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഈ ഒരു പുഴ അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഈ മരങ്ങളും അതും ഇതൊക്കെ കാരണം അവിടെ ഇറങ്ങാനും പറ്റത്തില്ല, അവിടെ ഒന്നും കാണാനും പറ്റത്തില്ല. നമ്മളും എന്തായാലും ചുമ്മാ ഇറങ്ങി ആ കല്ലിൻ്റെ അതിലേക്കൊന്ന് പോയി നോക്കിയാൽ ഇവിടെ കണ്ടിട്ട് വലിയ അപകടമുള്ള സ്ഥലങ്ങളൊന്നും ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. പിന്നെ വഴുക്കലുള്ളതുകൊണ്ട് നമ്മൾ തെന്നി വീഴാതെയൊക്കെ നോക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്ത് മേളിലോട്ട് നടന്നു വരുമ്പോൾ ഉള്ളൊരു കാഴ്ച കേട്ടോ. ഇവിടെ നമുക്ക് വലിയൊരു അപകടത്തിൻ്റെ സാഹചര്യമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഈ വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിതിൻ്റെ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നു പോയി, അതായത് വനത്തിനുള്ളിലോട്ട് തന്നെ പോയിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണണം തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് അങ്ങോട്ട് പോയായിരുന്നു. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്താണ്. ഇവിടെ പണ്ടെന്തോ നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 6 പേരുടെ അപകടം നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ഥലങ്ങളിൽ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇത്രയാൾ, ഇന്ന സ്ഥലത്ത് ഇത്രയാളെന്നും പറഞ്ഞ് പ്രത്യേകം എഴുതി വെച്ചേക്കുവാണ്. ഇവിടെ നമ്മൾ ഇറങ്ങിപ്പോയ സമയത്ത് കണ്ടില്ലായിരുന്നു. ഇവിടെ 6 പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന വഴി പോലെ അല്ല കേട്ടോ ഇവിടെ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ ഇപ്പം ഞാൻ ആ കാണിച്ച സ്ഥലം വരെ വന്നാൽ മതി. ഇതിൻ്റെ മേളിലോട്ട് പോകുമ്പം പിന്നെ തീരെ വീതി കുറവാണ്. അപ്പോൾ ഇച്ചിരി
നടക്കാനൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കല്ലൊക്കെ വല്ലതും തെന്നിയൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷേ ഈ പറഞ്ഞ മറ്റേ ഗൈഡിൻ്റെ സ്റ്റേഷൻ ഇതിൻ്റെ മുകളിൽ വേറെ ഉണ്ട്. എന്നാലും നമ്മൾ പിള്ളേരെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് പിന്നെ വരാതിരിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലെ വ്യൂ കാണണമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഉള്ളൊരു വ്യൂ ഇതാണ്. ഇതിന് മുമ്പ് ഇവിടെ ഒരു ഏറുമാടം പോലെ എന്തോ സംഭവം പണിത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം ദ്രവിച്ചൊക്കെ ഇരിക്കുക. ആ ഒരു സാധനം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന അവിടെ നിന്നാൽ നല്ല വ്യൂ കിട്ടിയാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ. ഇപ്പോൾ സാധാരണ ഇവിടെ വരുന്നവർ താഴെ വരെയാണെന്ന് തോന്നുന്നു കേട്ടോ മെയിനായിട്ട്. അത് ഈ തൊട്ട് താഴെ ഇപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അവിടം വരെ വരാറുള്ളൂ തോന്നുന്നു. കാരണം ഇങ്ങോട്ട് പിന്നെ വീതിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തും ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ് പോലെ അവിടെ ഉണ്ട്. അവിടെയും ഗൈഡ് ഇരിക്കുന്നത് കണ്ടു. പക്ഷെ നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. ഇവിടം വരെ കൊണ്ട് പിന്നെ തിരിച്ചിറങ്ങിയേക്കാന്ന് ഓർത്തു. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഈ പേര് വന്നതിൻ്റെ കാര്യം പറയാൻ പറ്റുമോ? അത് എന്ന് വെച്ചാൽ ഇവിടെ തൊമ്മൻ എന്ന് പറയുന്ന ഒരു പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി താഴെ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടമില്ലേ, അവിടെ നിന്ന് എന്തോ പ്ലാവിൽ കയറിയപ്പം അതിൽ വീണ് അപകടം പറ്റിയെന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് ആ ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങ് കയറി വരുന്ന സമയത്തൊരു വല സൈഡിൽ അവിടെ ഒരു കോൺക്രീറ്റും കൊണ്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു തെങ്ങിലല്ല പ്ലാവിലൊരാൾ കയറി നിൽക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവരാണ് ഇങ്ങനെ ഒരു വിശദീകരണം നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കുമായിരുന്നേ, അതുകൊണ്ട് അത് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആട്ടോ. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഇതുണ്ടോ, ഒരാൾ പ്ലാവിൽ നിന്ന് കൈ വിട്ടു പോകുന്ന പോലെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇതിപ്പോൾ പണ്ടെന്തോ പെയിൻ്റ് അടിച്ച് വെച്ചാൽ ഇതിപ്പോൾ കളറൊക്കെ പോയതുകൊണ്ട് കറക്റ്റ് അറിയാത്ത വെള്ളം ഒഴുകുന്നതിൻ്റെ ആയിട്ടായി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്ലാവിൽ നിന്ന് കൈ വിട്ടു പോകുന്ന പോലെ ഒരു ഇത് കൊടുത്തേക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പ്ലാവ് ഞാൻ ആദ്യം കാണിച്ച ആ വെള്ളച്ചാട്ടമില്ലേ താഴെ കാണിച്ചേ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിലെങ്ങാണ്ട് നിന്നൊരു പ്ലാവാന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത് ഒരു 3 വർഷം മുമ്പ് വരെ ആ പ്ലാവ് ഉണ്ടായിരുന്നു. പിന്നെ അത് എന്തോ ഉണങ്ങിപ്പോയാണ്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ടാട്ടോ ഈ വെള്ളച്ചാട്ടത്തിന് ആ ഒരു പേര് വന്നത്. അപ്പം നമ്മളകത്തേക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും കേട്ടോ അകത്തോട്ട് നടന്നു പോയി ഇതെല്ലാം കണ്ടിട്ട് വരാൻ. ഇപ്പോൾ ഈ വെള്ളം ചാടുന്നില്ല. അതിൻ്റെ ആ മേളി ഭാഗത്തായിട്ടും കണ്ടോ ആ പ്ലാവ് നിന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ വെള്ളച്ചാട്ടത്തിന് പേര് വരാനുണ്ടായ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷവും ഇത്രയേ ഉള്ളേ. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പുതിയ സ്ഥലവും വിശേഷമായിട്ട് കാണാം. അതുവരേക്കും ഓക്കെ.